പ്രായത്തിൽ അദ്ദേഹം ചെയ്തില്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര നമ്മളെ കഴിഞ്ഞും എനർജി കൊടുക്കുന്നത് നമ്മുടെ കൂടെ നിന്നാസിനും ഞങ്ങളെല്ലാവരും അത് വർക്കായാലും മാക്സിമം ഞാൻ ചോദിക്കട്ടെ മെയിൻ റീസൺ പുള്ളി ചെയ്താലും നന്നാക്കണമെന്ന് എനിക്കറിയാം. ഞാനായിക്കോട്ടെ എല്ലാവരോടും പടം കാണാൻ പറയട്ടോ. ഓഡിയൻസിനോട് ഇപ്പോൾ കണ്ടപ്പോൾ ഫീൽ ചെയ്തു നല്ല തരത്തിൽ ഹാപ്പിയാണ്. ക്ലാസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നേരിട്ട് തിയേറ്ററിൽ പോയി പടം കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് പുതിയൊരു മേഖലയിൽ കടന്നു. ഇല്ല, പടത്തിന് മുമ്പ് സ്ക്രിപ്റ്റ് റീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോണേട്ടനാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റുന്നത് പുള്ളിയാണ്. പുള്ളിയില്ലേ നമ്മളെ ഭയങ്കര പുള്ളിയായിട്ടാണ് പുള്ളിക്കുന്ന ഒരു ഷൂട്ടുണ്ട്. പുള്ളി കണ്ടിട്ടുണ്ട്, പുള്ളി ഹാപ്പിയാണ്. താങ്ക് യു. ഇതും വിളിക്കണം. കുറേ കഥകൾ നല്ലൊരു ഫീൽഡിലാണ്. ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഗപ്പി ഇറങ്ങിയപ്പോൾ ഡയലോഗ് വീണ്ടും ഞാനവൻ്റെ അത് പണ്ട് ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈൽ പിക്ചറാക്കിയ ആ മനുഷ്യൻ്റെ പറഞ്ഞതിൽ 10 വർഷം കിട്ടി നല്ല റോൾ ചെയ്യാൻ പറ്റി. ഒത്തിരി അഭിമാനം, സന്തോഷമാണ്. എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം. ക്ലാസിക് പടമാണ്, കലാപുരി ഫിലിമാണ്. ആർട്ട് പടമൊന്നുമല്ല, നല്ലൊരു എൻ്റർടൈനറാണ്. നല്ല മെസ്സേജ് ഉണ്ട്. സിനിമാക്കത്തിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിനിമയ്ക്കുള്ള സിനിമയാണ് എന്താണ് പറയാൻ. പിന്നെ എല്ലാവരും തന്നെ അഭിനയിച്ചിട്ട് ഗെയിമാണെങ്കിലും ആണെങ്കിലും അതിനകത്ത് ലാഗ് തുടങ്ങിയില്ല. ക്ലാസിക് പടം തന്നെയാണ്. എല്ലാ തിയേറ്ററിൽ കാണുക, മൈൻഡാക്കി മാറ്റുക. നല്ല പടം തന്നെയാണ്. ഇന്ദ്രൻസേട്ടൻ ക്യാരക്ടർ നമ്മളെ അഭിനയിച്ചിട്ടുണ്ട്. റോബോട്ട് ജൂത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സോബിക്ക് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല സിനിമയ്ക്കുള്ളിൽ സിനിമാക്കാരൻ എന്ന് പറയുന്ന സംഭവമാണ്. അതിൽ പലരും ഇതേമാതിരി ഇഷ്ടം കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ടീമുണ്ട്. ഓരോരുത്തർ റിജക്ട് ചെയ്തിട്ട് പോയ ഇതുണ്ട്. അപ്പോൾ അവരൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ എന്താ പക്ക ബെസ്റ്റ് ആക്ടർ എന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ചാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം കേട്ടോ. ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത പടമാണ്. എല്ലാവരും തിയേറ്ററിൽ മസ്റ്റ് വാച്ച്. ആൾക്കാർ കാണുമ്പോഴും ഇതിനെ ചിരിക്കുമ്പോഴും ഈ പടങ്ങളുടെ ഇമോഷണൽ ആകുമ്പോഴൊക്കെ വളരെ സന്തോഷം. ഇതിലൊരു ഭാഗമാകാൻ പറ്റിയത് ഏറ്റവും വലിയ റോളായിരുന്നു. ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ റോളാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഡയറക്ടറോട് ഡയറക്ടർ എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സെലക്ട് ചെയ്തതിന് ജോൺ പോളിനോട് വലിയൊരു നന്ദി. സെക്കൻഡ്ലി ഇത് അദ്ദേഹം പറയാൻ പോലെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ
ഹിൻ്റല്ല. ഇനിയിപ്പോൾ കാണാനുള്ള ഓഡിയൻസിനോടൊക്കെ എന്താണ് പറയുന്നത്? സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ചിരിക്കും, ചിന്തിപ്പിക്കും, കുറച്ച് വിഷമിപ്പിക്കും, അങ്ങനെയുള്ള എല്ലാ വികാരങ്ങളിലൂടെ കടന്നു പോകും. പ്ലീസ് തിയേറ്ററിൽ പോയി കാണണം, വിജയിപ്പിക്കണം. സാധാരണ എന്താ പറയുക, ഒരു കൂട്ടം ആളുകളുടെ വളരെ കഷ്ടപ്പാടും പ്രയത്നങ്ങളുണ്ടായിരുന്ന ഒരു സിനിമയാണ്. ഹാപ്പി ടു ബി ഇൻ പാർട്ട് ഓഫ്. പടത്തിൻ്റെ കോർ ആശാനോടുണ്ടാണ് ഈ സമയത്ത് പറയുന്നത്. ആശാൻ എവിടെയെന്നുള്ളതാണ്. ആശാൻ വൈകുന്നേരത്ത് വരും, ഏതോ ഷൂട്ട് ഉണ്ട് എനിക്ക് തോന്നുന്നത്. പദയാത്ര ഈവനിങ് എത്തി. ആശാനെ മിസ് ചെയ്യുന്നു ശരിക്കും. താങ്ക് യു. താങ്ക് യു. ഒരു പ്രത്യേകതരം പടം നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. പ്രേക്ഷകരോട് ഇതിപ്പോൾ കണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നത്. അങ്ങനെ DFCയിൽ വരാത്ത ഒരാളാണ്, പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഒരുപാട് കണ്ടവരെല്ലാം നല്ല അഭിപ്രായം. എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. എനിക്കും ജോമോൻ ഇതുവരെയുള്ള യാത്രകളെല്ലാം എനിക്കറിയാം, പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് കിട്ടിയൊരു അനുഭവമായിരുന്നു ജോമോൻ്റെ. പിന്നെ ആശാൻ്റെ അഴിഞ്ഞാട്ടം, അത് നിങ്ങൾ കണ്ടതല്ലേ? പടത്തിൻ്റെ കോർ ആശാൻ. അദ്ദേഹത്തോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? ആശാനോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ആശാൻ ഷൂട്ടിലാണ്. ഇപ്പോൾ റിലീസാണെങ്കിൽ ഷൂട്ടിംഗ് ഡേറ്റ് മാറ്റാൻ പറ്റില്ലല്ലോ ബ്രോ. അതല്ലേ, പക്ഷേ ഇപ്പോൾ വിളിച്ചു, കുറച്ച് മുമ്പേ വിളിച്ചു. അപ്പോൾ ഈ കാണാനുള്ള ഓഡിയൻസിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? കാണുക, എല്ലാവരും നല്ല സിനിമയാണ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല സിനിമ. അപ്പം കാണാത്തവരോട് പറയുക, എപ്പിയും അപ്പയും പോലെ ആക്കരുത്. നല്ല സിനിമയാണ്. തിയേറ്ററിൽ ആളുകൾ വന്നാൽ മാത്രമേ ഇത് സക്സസ് കാണാൻ പറ്റൂ. എന്തായാലും ശ്രമിക്കുക. കണ്ടവർ കാണാത്തവരോടൊക്കെ പറയുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സൗത്തിനൊക്കെ ഒരു ബ്രേക്ക് കൊടുത്ത ഒരു ഡയറക്ടറാണ്. അതുപോലെ ഇതിനകത്ത് മറ്റേ നമ്മുടെ ജോമോനും ഇന്ദ്രസിനൊക്കെ നല്ല ഒരു കഥാപാത്രത്തെ കൊടുത്തു. ഇന്റർവ്യൂ പടം ക്ലാസ് മൂവിയാണ്. അടിപൊളിയായിട്ടുള്ള നല്ലൊരു മേക്കിംഗ് ആണ്. അടിപൊളി ഒരു മനുഷ്യനെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഈ പടം ഇഷ്ടപ്പെടും. സിനിമയെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും കേട്ടോ. ഒരു കൊമേഴ്സിലല്ല പടം കാണാൻ, ആ സിനിമയാണ് നല്ല പടം കേട്ടോ. സോഷ്യൽ മീഡിയയിലാണ് ഇതുമായാലും ജോമാനായാലും ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ എത്രത്തോളം താങ്ക്ഫുൾ ആണ് ഡയറക്ടറിൻ്റെ അടുത്തായാലും? എല്ലാവരും സ്വപ്നമായിരുന്നല്ലോ ഫിലിം. സോഷ്യൽ മീഡിയ കാരണം തന്നെ ആൾക്കാരിലേക്ക് എത്തി, അങ്ങനെ സിനിമയിലേക്ക് എത്തി. സംസാരിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഇമോഷണലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഒരുപാട് സന്തോഷം. അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനൊരു സിനിമയിലേക്ക്? ഒരിക്കലുമില്ല. ഫസ്റ്റ് ഇങ്ങനെ ഒരു രോമാഞ്ചത്തിൽ ഇങ്ങനെ ജസ്റ്റ് എൻ്റെ ഒരു പിക്ക് വന്നപ്പോഴും ഈ ഒരു ഗപ്പി പ്രൊഡക്ഷൻസിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഭയങ്കര സന്തോഷം. എന്നാലും ശരിയായി വരുന്നുള്ളൂ. പൊട്ടിക്കരയാ സന്തോഷം.